കുറുക്കുണ്ടാക്കാൻ അറിയാലോ അല്ലേ? എനിക്കറിയില്ല. അയ്യോ, ഞാൻ ഇതുവരെ കുറുക്കുണ്ടാക്കിയിട്ടില്ല. അങ്ങനെ പറഞ്ഞാ പറ്റൂല. അണ്ണൻ പറഞ്ഞാണ് കുറുക്കുണ്ടാക്കിയേ പറ്റൂ. കുട്ടികൾക്ക് കൊടുക്കാനുള്ള കുറുക്ക. അത് ശരിയായില്ലെങ്കിൽ അണ്ണൻ നിന്നെ ശരിയാക്കും. മര്യാദയ്ക്ക് ഉണ്ടാക്ക്. എനിക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞില്ലേ? പിന്നെ ആ കരയുന്ന കൊച്ചിനെ എങ്ങനെ കുറുക്ക് കൊടുക്കും? നിങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഒരു കാര്യം ചെയ്യും, ആദ്യം അണ്ണന് ഒരു കട്ടൻ ചായ ഉണ്ടാക്കും. അത് വേണ്ട. അണ്ണന് മാത്രം പോരാ, എല്ലാവർക്കും വേണം. ഞാനിപ്പോ കുറുക്കുണ്ടാക്കണോ അതോ കട്ടൻ ചായ ഉണ്ടാക്കണോ? ആദ്യം കട്ടൻ ചായ ഉണ്ടാക്കുന്നു, പിന്നെ കുറുക്കുണ്ടാക്കുന്നു. ചെല്ലു കൊച്ചൻ. കൊടുക്ക്. എന്തൊരു ചായടാ ഇത്. ആരാടാ ചായ ഉണ്ടാക്കിയത്? ഇവളാണോ? അതെ അണ്ണ. നിനക്കൊരു ചായ ഉണ്ടാക്കാൻ പോലും അറിയില്ലേ? നിന്നെയൊക്കെ വെടിവെച്ച് കൊന്നുകളയാ വേണ്ടത്. ദയവ് ചെയ്ത് കുട്ടികളെ ആരെ ഉപദ്രവിക്കരുത്. ഇന്നുവരെ ഈ കുടുംബത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. സമാധാനമായിട്ട് ജീവിക്കുന്നൊരു കുടുംബമാണ് ഞങ്ങളുടേത്. ഞങ്ങളും നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെന്തിനാ നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കുന്നത്? ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് പറയാ, ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ആളുകളെയും വിളിച്ച് ഇവിടെ നിന്ന് തിരിച്ചു പോകണം. ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാ. എനിക്കിതൊന്നും താങ്ങാൻ കഴിയില്ല. എൻ്റെ മക്കളും മരുമക്കളുമായി സന്തോഷമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. മനഃപൂർവ്വം നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിനോ ഞങ്ങൾ ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല. പിന്നെന്തിനാ ഞങ്ങളെ ഇങ്ങനെ ഉപദ്രവി നിങ്ങൾ തീരുമാനിക്കണ്ട. എനിക്കറിയാം, വിശന്ന് കരയുന്നത് എന്റെ കുഞ്ഞാ. നോക്ക് സാറേ, അർച്ചനയുടെ സങ്കടം കണ്ടില്ലേ? സ്വന്തം കുഞ്ഞിന് വിശന്ന
ഏതൊരമ്മയും ഇതുപോലെ വിഷമിക്കും. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? അർച്ചനയും സച്ചിയും ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞങ്ങൾ ഇപ്പൊ അങ്ങ് തിരിച്ചു പോവാം. പക്ഷേ ളെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും ഒന്നും ചെയ്യരുതെന്ന് ആചാര്യന്മാര് പറഞ്ഞിട്ടുണ്ട്. അവള് പൊക്കോട്ടെ. ചെല്ല്, ഇരിക്കവിടെ. ഇരിക്കാൻ. ഇരിക്കട. കുട്ടികൾക്ക് കൊടുക്കാൻ കുറുക്ക് റെഡിയായിട്ടുണ്ട്. സ്നേഹി, ഞാനും അനക്കയും പോയിട്ട് കുട്ടികൾക്ക് കുറുക്ക് കൊടുത്തിട്ട് വരാം. അത് പറ്റില്ല. കുഞ്ഞുങ്ങളെങ്ങ് തന്നാ മതി, കുറുക്ക് ഞങ്ങൾ കൊടുത്തോളാം. നിങ്ങൾ എന്ത് ഭ്രാന്തായി പറയുന്നേ? നിങ്ങളെടുത്ത കുട്ടികൾ കൂടുതൽ കരയത്തേ ഉള്ളൂ. കരയുന്ന കുഞ്ഞിന്റെ കരച്ചിൽ നിർത്താനും ഞങ്ങൾക്കറിയാം. ഇങ്ങനെ കത്തി കാണിച്ചാണോ കരച്ചിൽ നിർത്തുന്നേ? അങ്ങോട്ട് മാറിയേക്ക്. കുഞ്ഞുങ്ങളെ ഞാൻ കൊണ്ടുപോയി കുറുക്ക് കൊടുത്തോളാം. പറ്റില്ലെന്ന് നിങ്ങളോടല്ലേ പറഞ്ഞത്? കൊച്ചിനെടുക്ക്. കുറുക്ക് കൊടുത്തിട്ടേ കൊച്ചിനെ ഞങ്ങൾ തിരിച്ചോണ്ട് വരും. ഇല്ല, എന്റെ കുഞ്ഞു ഞാൻ തരില്ല. വേണ്ടിപ്പോകരുത്. കൊച്ചിനെടുക്കണം. മാറിക്കളി. തിരിച്ചു വരുന്നത് കുഞ്ഞുങ്ങളുടെ ശവമായിരിക്കും. ആ മോളെ വാ. ആ കൊച്ചിങ്ങൾക്ക് കുറുക്ക് കൊടുക്കാൻ പറ്റുമെന്നേ ഞങ്ങളൊന്ന് നോക്കട്ടെ. മാറി കിട്ടും. അല്ല ആ അനങ്ങരുത്. കടഞ്ഞോ. അതിലേക്ക് വയ്യ. എന്തൊക്കെ എവിടെ നടക്കുന്നത്? എന്റെ കുഞ്ഞ് അതിരെ കുഞ്ഞ്. ഗുണ്ടകളെ നീ വീട് തിരിച്ചു മറിക്കും. നേരം വെളുക്കുമ്പോ ആരൊക്കെ ജീവനോടുണ്ടാവുമെന്ന് കണ്ടറിയാം. എല്ലാത്തിനും കാരണം അർച്ചനയെടുത്തിയ. ദേ സ്നേഹ വേണ്ടാട്ടോ. എന്നാ പിന്നെ എല്ലാവർക്കും കൂടെ ഒരുമിച്ചങ്ങ് അനുഭവിക്കാം. നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്തായാലും അർച്ചനയെടുത്തെ സച്ചിയേട്ടനും മറ്റുള്ളവരെല്ലാം പുറത്തുണ്ട്. കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് അവര് കാണുകയും ചെയ്യും.
അവരെന്തെങ്കിലും വഴി കാണാതിരിക്കില്ല. അതിരെ നീ സമാധാനായിട്ടിരിക്കും. അവര് തന്നെ കുഞ്ഞുങ്ങളെ തിരിച്ചു കൊണ്ടുവരും. കുഞ്ഞിനിങ്ങത്താ, ഞാൻ കൊടുത്തോളാം. കുഞ്ഞിനെ ഇങ്ങ് തരാൻ. വേണ്ട, ഞങ്ങൾ കൊടുത്തോളാം. സച്ചേട്ടാ, മോളെ വാങ്ങിക്ക. നീ എവിടേക്കാ? അവിടെ ഇരിക്കടാ. അതിങ്ങതാ, ഞങ്ങൾ കൊടുത്തോളാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്റെ കുഞ്ഞുങ്ങൾക്ക് കുറുക്ക് കൊടുക്കാൻ എനിക്കറിയാം. അതൊന്നും പറ്റൂല. കുറുക്കിങ്ങാടി ഇത് തരാൻ. വിട്ടു. തമ്പാനെ സൂക്ഷിക്കണ്ടേ? ഇനി സൂക്ഷിച്ചോളാം. നിങ്ങൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കാതെ ഇറങ്ങി പോണം. അനൂപേട്ടനായിട്ടുള്ള കേസ് നിങ്ങൾ കോടതിയിൽ നേരിടണം. അല്ലാതെ ഇവിടെ കയറി വന്ന് ഞങ്ങളെ ഉപദ്രവിക്കല്ല വേണ്ടത്. മര്യാദയ്ക്ക് നിങ്ങൾ ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ വഴി നോക്കേണ്ടി വരും. നീ എന്ത് വഴിയാടാ നോക്കുന്നത്? എന്നോട് പറഞ്ഞ വാക്ക് പാലിക്കാത്തവനാ നീ. നിന്നെ ഇതിനകത്തിട്ട് കൊന്നു തള്ളുക വേണ്ടത്. അവനോടൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലടാ. അനുസരണക്കേട് കാണിച്ചാ നിന്നെയും കൊല്ലി ഞാൻ. നിന്റെ ഗുണ്ടായിസൊന്നും ഇനി ഇവിടെ വേണ്ട. ഇനി ഇവരാരെയും തൊട്ടുപോരുത്. താൻ ആരാടോ? ഒരു വലിയ ഗുണ്ട വന്നിരിക്കുന്നു. ഇത്രയും വിവരക്കേട് കാണിക്കാൻ തന്നെ പോലൊരു ഗുണ്ടയുടെ ആവശ്യമൊന്നുമില്ല. ഏതെങ്കിലും ഭ്രാന്ത് പിടിച്ച ഒരുത്തൻ മതി. തനിക്ക് മര്യാദ ഉണ്ടോടോ? ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ചാണോ താൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? എന്തിന്റെ പേരിലാ ഒരു തെറ്റും ചെയ്യാത്ത ഇവിടെയുള്ള എല്ലാവരും ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? പെങ്ങൾ മരിച്ചിട്ട് ആക്സിഡന്റിലാണെന്ന് 100 വട്ടം ഞാൻ തന്നോട് പറഞ്ഞില്ലേ? എന്നിട്ടും അത് വിശ്വസിക്കാതെ സമാധാനമായിട്ട് ജീവിക്കുന്ന ഞങ്ങളുടെ കുടുംബം തകർക്കുന്ന എന്തിനാ? ഗർഭിണിയായ സഹോദരി മരിച്ചതിന്റെ വിഷമം താൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ. ആ ആത്മാവിന്റെ മോക്ഷത്തിന് വേണ്ടിയാ താൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണല്ലോ അല്പം മുമ്പ് പറഞ്ഞത്. തനിക്ക് നാണമുണ്ടോടോ? തന്റെ പെങ്ങളോട് തനിക്ക് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? ഈ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ടും തന്റെ മനസ്സിൽ ഒരു അനക്കം ഉണ്ടാവുന്നില്ലെങ്കിൽ പിന്നെ താനൊരു മനുഷ്യനാണോടോ? മൃഗമാ, വെറും മൃഗം. തന്റെ മരിച്ചുപോയ സഹോദരിയോട് തനിക്ക് ഒരു സ്നേഹവുമില്ല. കൊണ്ടെന്താ വെറുതെ പറയുന്നതാ? താനൊരു കാര്യം ചെയ്യ്, ആദ്യം ഈ വീടിന് മുഴുവൻ തീയിട്. എന്നിട്ട് ഞങ്ങളെയും ആ കുഞ്ഞുങ്ങളെയും എല്ലാവരെയും കൂടി ആ തീയിലിട്ട് ചുട്ട് തിന്ന്. അങ്ങനെയെങ്കിലും തന്റെ പ്രതികാരം തീരട്ടെ. ഒരു തെറ്റും ചെയ്യാതെ ഞങ്ങളുടെ ശാപം ഏറ്റിട്ട് താൻ നരകിക്കും. എന്റെ കുഞ്ഞിനെ താടോ. ഡേ, എവിടെ പോന്നു? ഒന്ന് റൂമിൽ വരെ. വേണ്ട, ഇരിക്കവിടെ. ആരും എങ്ങോട്ടും പോകുന്നില്ല. ഇരിക്കേ, ഇരിക്കടാ.
ദേ എല്ലാവരോടും കൂടി അവസാനമായിട്ട് ഞാനൊരു കാര്യം പറയാം. എന്നെ ഇനിയും ഭ്രാന്ത് പിടിപ്പിച്ച എല്ലാത്തിനും ഞാൻ ഇതിനകത്തിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിക്കും. പരിഹസിക്കണ്ട. മര്യാദയ്ക്ക് അവൻ എവിടെയാണെന്നുള്ള സത്യം നീ പറഞ്ഞോ, ഇല്ലെങ്കിൽ എന്റെ തനി സ്വരൂപം നീ കാണും. സച്ചേട്ടാ, കുഞ്ഞുങ്ങളെ മോളിൽ കൊണ്ട് കിടത്തിയിട്ട് വരാം. അത് വേണ്ട, കുഞ്ഞുങ്ങളെ എവര് കൊണ്ടുപോയി കിടത്തിക്കോളും. ഇങ്ങതാ ഉണ്ടായിരിക്കടോ. കുഞ്ഞുങ്ങളുടെ കാര്യം തനിക്ക് എന്തറിയാം? തന്നെ പോലുള്ള ഗുണ്ടാക്കെ ഒരു കുഞ്ഞിനെ എങ്ങനെയാ നോക്കേണ്ടെന്നറിയാമോ? ഒന്ന് കരഞ്ഞാ അതിനെടുത്തൊന്ന് ആശ്വസിപ്പിക്കാൻ അറിയോ? അതെങ്ങനെയാ? ആദ്യം മനുഷ്യനാവണ്ടേ? എടോ, മൃഗങ്ങൾ പോലും മറ്റു മൃഗത്തിന്റെ കുഞ്ഞുങ്ങളോട് ഇതുപോലെ കാണിക്കാറില്ല. തനിക്ക് ഇനിയും കുഞ്ഞിനെ വേണോ? വേണോന്ന്? അച്ഛൻ മരുന്ന് കഴിച്ചായിരുന്നോ? ഇല്ല മോളെ. കുഞ്ഞുങ്ങളെ കിടത്തിയിട്ട് വന്ന് ഞാൻ എടുത്തുതരാം. മരുന്ന് എവിടെ എടുത്ത് കൊടുത്തോളും. അതിന് ഏതൊക്കെ മരുന്ന് എപ്പോഴൊക്കെയാ കൊടുക്കണ്ടേന്ന് അവന്തി അടുത്തേക്ക് അറിയണ്ടേ? അച്ഛന് സ്ഥിരമായിട്ട് മരുന്നെടുത്ത് കൊടുക്കുന്നത് അർച്ചനയാ. അവളെടുത്ത് കൊടുത്തോളൂ. അർച്ചന വാ. അവരുടെ കൂടെ ചെല്ല്. ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. അനൂപ് എവിടെയാണെന്ന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഇവന്മാരവിടെ കൊല്ലും. മോളെ, അന്നൊക്കെ എവിടെ? അവള് വാഷ്റൂമിലാ. ചേച്ചി, ഇത്ര നേരം അവരിതിനകത്തുണ്ടായിരുന്നു. എന്റെ കയ്യിലൊരു ഫോണുണ്ട്. നമുക്ക് പോലീസിനെ വിളിച്ചാലോ? ആ, ഫോൺ എടുക്കാം. സ്നേഹ, മോളെ പിടിച്ചേ. എന്താ കിട്ടുന്നില്ലേ? കോള് കണക്റ്റ് ആവുന്നില്ല. വാ. ഫോണിൽ തരാൻ നീ പോലീസിനെ വിളിക്കുമല്ലോടി. ഒറ്റണ്ണാണെങ്കിൽ പോരുത്. കുത്തി കുടലെടുത്ത് കളയും ഞാൻ. നടക്കടാ, ഇരിക്കടി അങ്ങോട്ട്.
ഇറങ്ങ് ഇറങ്ങടി പുറത്തേക്ക്. നീ പോടാ പോയി. പോ നടക്ക് നടക്കാൻ.